നമസ്കാരം. ഇസ്രായേൽ-ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം. ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ടെഹ്റാനിൽ നിന്ന് 148 കിലോമീറ്റർ അകലെയുള്ള കോമിലേക്ക് ഇന്ത്യക്കാരെ മാറ്റുകയാണ്. ടെഹ്റാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിന്റെ കെട്ടിടത്തിന് നേരെയുള്ള ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരിക്കേറ്റുവെന്നും വിവരമുണ്ട്. ടെഹ്റാനിലെ വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാർ തെക്കൻ നഗരമായ കോമിലേക്ക് മാറണമെന്ന് എംബസി നിർദ്ദേശം നൽകി. 1600ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിലുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രധാന നഗരങ്ങളിൽ ബോംബാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഏകദേശം 10,000 വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കണമെന്ന് ഇന്ത്യ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് കര അതിർത്തികൾ ഉപയോഗിച്ച് അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ഇന്ത്യൻ വംശജരോടും ബന്ധം നിലനിർത്താനും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പിന്തുടരാനും ജൂൺ 15-ന് ഇറാനിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് പുറത്തിറക്കിയിരുന്നു. സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇറാനിലെ വിദ്യാർത്ഥികളുമായി അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരുന്നു. ഇറാൻ വ്യോമാതിർത്തി അടച്ചതിനാൽ വിമാനമാർഗം ഇവരെ ഒഴിപ്പിക്കുക സാധ്യമല്ല. തെക്കൻ തുറമുഖമായ ബന്ദാർ അബ്ബാസ് വഴി കപ്പൽ മാർഗമോ അതിർത്തി രാജ്യങ്ങൾ വഴി കരമാർഗമോ ആകും ഒഴിപ്പിക്കുക. അതിനിടെ സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായും അർമീനിയൻ വിദേശകാര്യമന്ത്രി അരരാത് മിർസോയാനുമായും സംസാരിച്ചു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരർ ഉടൻ ടെഹ്റാൻ വിടണമെന്ന് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട്. അവരുടെ കൂടെ വേറെ വിദേശ പൗരർ ഉണ്ടാകരുതെന്ന് നിർദ്ദേശമുണ്ട്. സംഘർഷ സാഹചര്യത്തിൽ ദുബായ് വ്യോമപാത അടച്ചതിനെ തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 3 സർവീസുകൾ റദ്ദാക്കിയിരുന്നു. റദ്ദാക്കിയ സർവീസുകളിൽ ഷാർജയിലേക്കും ദുബായിലേക്കുമുള്ള ഓരോ സർവീസും ഷാർജയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ഒരു സർവീസുമാണ് ഉൾപ്പെടുന്നത്. ദുബായ് വ്യോമപാത അടച്ചതാണ് ഈ സർവീസുകൾ റദ്ദാക്കാൻ കാരണമായതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. അതിനിടെ തത്സമയ വാർത്താ സംപ്രേഷണം നടക്കുന്നതിനിടയിലും ഇറാൻ ദേശീയ ടെലിവിഷൻ സ്റ്റുഡിയോയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിന്റെ നാടകീയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വാർത്താ ബുള്ളറ്റിന്റെ മധ്യയായിരുന്നു ഈ ആക്രമണം. സഹർ ഇമാമി എന്ന അവതാരക മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ എണ്ണീറ്റ് മാറുന്നതും മിസൈലിന്റെ ആഘാതത്തിൽ സ്റ്റുഡിയോ മുഴുവൻ കുലുങ്ങുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. തങ്ങളുടെ രാജ്യത്തെ അധിനിവേശം കാരണം സ്റ്റുഡിയോയിൽ പൊടി നിറയുകയാണെന്ന് അവതാരക പറഞ്ഞ് ഉടനെയായിരുന്നു സ്ഫോടനം. പിന്നീട് ഉടൻ പ്രീ റെക്കോർഡഡ് പ്രോഗ്രാമുകളിലേക്ക് സംപ്രേഷണം മാറി. കെട്ടിടാവശിഷ്ടങ്ങൾ സ്റ്റുഡിയോയിൽ പതിച്ചെങ്കിലും അവതാരക ഓടി രക്ഷപ്പെട്ടു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം സംപ്രേഷണം പുനരാരംഭിച്ചു. ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന. പുറത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരും പരിക്കേറ്റു. രക്തമൊഴുകുന്ന കൈയുമായി ജോലി തുടർന്ന റിപ്പോർട്ടർ വീണ്ടും ആക്രമിക്കാൻ ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇറാന്റെ ദേശീയ ടെലിവിഷൻ ഉടൻ അപ്രത്യക്ഷമാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഇറാൻ ചാനലിന് നേരെയുള്ള ആക്രമണം. കത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് പുറത്തുനിന്ന് റിപ്പോർട്ടർ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. TV സ്റ്റുഡിയോകളുള്ള ടെഹ്റാൻ ഒഴിയണമെന്ന് ആക്രമണത്തിന് 1 മണിക്കൂർ മുമ്പ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ശത്രുവായ സയനിസ്റ്റ് ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഭാഗമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വാർത്താ ശൃംഖലയ്ക്ക് നേരെ സൈനിക നടപടി നടത്തി. ഇസ്ലാമിക വിപ്ലവത്തെയും മഹത്തായ ഇറാനെയും സൈനിക നടപടികളുടെ നിശബ്ദമാക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന് അറിവില്ലായിരുന്നു. കേന്ദ്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹസൻ അബാദിനി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചത്.